ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു മരുന്നുണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് നല്ല പ്രതിരോധ ശക്തിയൊക്കെ ഉണ്ടാകാനും നടുവേദന കുറയ്ക്കാനും ശരീരബലം ഉണ്ടാക്കാനും ഒക്കെ നല്ലതായ ഒരു മരുന്നുണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ് ഈ കർക്കിടക മാസത്തിൽ കഴിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള മരുന്നുണ്ടയുടെ റെസിപ്പി. നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ കർക്കിടക മാസത്തിൽ കഴിക്കാനായിട്ട് ഉത്തമമായ ഈ മരുന്നുണ്ടയുടെ ഉണ്ടാക്കാനായിട്ട് ഒത്തിരി ഇൻഗ്രീഡിയൻ്റ് ആവശ്യമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റാണ് ഞവര അരി. ഞവര അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ മട്ട റൈസൊക്കെ എടുക്കാം, പക്ഷേ ഏറ്റവും ഉത്തമം ഈ ഞവര അരിയാണ്. ഞവര അരിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ ഉദരരോഗത്തിനും വാതരോഗത്തിനൊക്കെ ഈ ഞവര അരി വളരെ ബെറ്ററാണ് കേട്ടോ. പിന്നെ ഈ ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവർക്കും ഈ ഞവര അരി കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഹൃദയാരോഗ്യത്തിനും നല്ലതാണ്. കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. അതായത് കുട്ടികൾക്ക് തൂക്കമൊക്കെ കൂടാൻ വേണ്ടിയിട്ട് ഞവര അരി കൊടുത്താൽ വളരെ നല്ലതാണ്. ഞവര അരി വെച്ചിട്ട് കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ ഞവര അരി. ഞാനിത് കഴുകി ഉണക്കി എടുത്തിരിക്കുന്നതാണ്. കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിരിക്കുന്നതാണിത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ ഞവര അരിയൊക്കെ നന്നായിട്ടിപ്പം വറുത്തെടുക്കേണ്ടതുണ്ട്. നമുക്ക് ഞവര അരി മാത്രമല്ല, ഇതിൻ്റെ കൂടെയുള്ള എല്ലാ ഇൻഗ്രീഡിയൻറ്റും വറുത്തെടുക്കണം. ഞവര അരി ഞാൻ 300 ഗ്രാമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കൂടെയുള്ള ഇൻഗ്രീഡിയൻ്റ് എല്ലാം 100 ഗ്രാമും. അങ്ങനെയാണ്. ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ഇനി ചെയ്യേണ്ടത്, വറുത്തെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതാണ് കൂടുതൽ ബെറ്റർ. ഇനി ഇതിലേക്ക് നമുക്ക് ഞവര അരി ഇട്ട് കൊടുക്കാം. 300 ഗ്രാം ഞവര അരി. ഓക്കെ, ഞവര അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. കുറച്ച് ടൈം എടുക്കുമെങ്കിലും ഇത് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ. ഈ കർക്കിടക മാസത്തിൽ നമുക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഈ മരുന്നുണ്ട. ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും ശരീരത്തിന് വളരെ ഗുണമുള്ളതാണ്. ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഇത് വറുത്തെടുത്തിട്ട് കാണിക്കാം. കുറച്ച് ടൈം എടുക്കും വറുക്കുന്നത്. നന്നായിട്ട് മുരുമുര വറുത്തെടുക്കണം കേട്ടോ. ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. കരിഞ്ഞു പോയാൽ പിന്നെ നമ്മുടെ ഈ മരുന്നുണ്ടയുടെ ഗുണം പോവും. അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ വറുത്തെടുക്കാം കേട്ടോ. ഞാനിത് വറുത്തിട്ട് കാണിക്കാം. ഞവര അരി നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പെട്ടെന്ന് തന്നെ കോരി മാറ്റി വെക്കാം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്, നല്ല ചൂടുണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കോരി മാറ്റി വയ്ക്കാം. നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് മനസ്സിലാക്കാം നന്നായിട്ട് പാകമായിട്ടുണ്ടെന്ന്. നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് കണ്ടോ, പൊട്ടുന്ന വെച്ച കേട്ടോ. ഇത് കോരി മാറ്റി വയ്ക്കാം. പെട്ടെന്ന് തന്നെ കോരി മാറ്റി വയ്ക്കാം കേട്ടോ. കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് എള്ള് ചേർത്ത് കൊടുക്കാം. 100 ഗ്രാം എള്ളാണ് എടുത്തിരിക്കുന്നത്. 300 ഗ്രാം ഞവര അരിക്ക് 100 ഗ്രാം എള്ള്. എള്ളും കൂടെ ഇതുപോലെ വറുത്തെടുക്കാം. ഞാൻ കഴുകി ഉണക്കി എടുത്തിരിക്കുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് വറുത്തെടുക്കാം. കഴുകി ഉണക്കി എടുത്തിരിക്കുന്ന എള്ളാണ് കേട്ടോ. ഇതിലൊക്കെ കല്ലും പൊടിയൊക്കെ ഉണ്ടാവും, അപ്പോൾ കഴുകി എടുക്കണം നന്നായിട്ട്. നമ്മൾ മരുന്നുണ്ടി ഉണ്ടാക്കുന്നതല്ലേ. നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാം. ഈ എള്ളിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. കാൽസ്യം, മാഗ്നീഷ്യം, സിങ്ക്, കോപ്പർ എല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് എള്ള്. എല്ലിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. വിളർച്ചയ്ക്ക് നല്ലതാണ്. ധാരാളം അയൺ അടങ്ങിയിരിക്കുന്നുണ്ട്. ദിവസം ഒരു പൊടി എള്ള് കഴിക്കുന്നത് തന്നെ നമുക്ക് വളരെ നല്ലതാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് കേട്ടോ എള്ള്. ഇതൊരു കുഞ്ഞൻ സാധനമാണെങ്കിലും ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ പ്രസവരക്ഷാ മരുന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റാണ് എള്ള്. അധികം മരുന്ന് ഇതിൻ്റെ റെസിപ്പിക്ക് എള്ളുണ്ടാവും. അത്രയും ഗുണമുള്ളൊരു സാധനമാണ് ഈ ഒരു കുഞ്ഞൻ സാധനം, കറുത്ത എള്ള് കേട്ടോ. നമ്മുടെ മുടിക്ക്, സ്കിന്നിന്, നമ്മുടെ സൗന്ദര്യത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിന് ബലം കിട്ടാൻ, രക്തക്കുറവിന്, വിളർച്ചയ്ക്ക്, എല്ലാത്തിനും അങ്ങനെ എന്തൊക്കെ ഇതിൻ്റെ ഗുണം പറഞ്ഞാൽ തീരില്ല. അത്രയും ഗുണങ്ങളുള്ളതാണ് ഈ എള്ള്. നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം.
പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, എള്ളും വറുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ കോരി മാറ്റി വെക്കാം കേട്ടോ. ഇത് കരിഞ്ഞു പോവും. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് നല്ല ചൂട് കാണും, അതാണ് പെട്ടെന്ന് തന്നെ കോരി മാറ്റി വെക്കാം. ഞാൻ എള്ളുണ്ടിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരേ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഇതെല്ലാം കോരി മാറ്റി വയ്ക്കുന്നത്. അതാണ് ഞവര അരിയുടെ ഒരു സ്പൂണിലുണ്ടായിരുന്നു, അതാ കണ്ടത്. എല്ലാം വറുത്തിട്ട് ഒരേ പാത്രത്തിൽ തന്നെയാണ് ഇട്ട് വയ്ക്കുന്നത്. ഞാൻ ഇട്ടിരിക്കുന്ന എള്ളുണ്ടിയുടെ റെസിപ്പി എല്ലാവരും കണ്ടു നോക്കണം കേട്ടോ. അതിൽ എള്ളിനെക്കുറിച്ച് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഗുണങ്ങളുണ്ട്, അതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാനിത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എള്ളും കോരി മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ ഒരു പാത്രത്തിൽ തന്നെയാണ് ഇട്ട് വയ്ക്കുന്നത്, വറുത്തതെല്ലാം. ഇനി അടുത്തത് ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ജീരകവും 100 ഗ്രാമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, ചെറിയ ജീരകം. അതും കൂടെ വറുത്തെടുക്കാം. ഇതൊക്കെ പെട്ടെന്ന് വറുത്തെടുക്കാൻ കഴിയും കേട്ടോ. ഞവര അരി മാത്രമാണ് കുറച്ച് ടൈം എടുക്കുക. ജീരകത്തിനും ധാരാളം ഗുണങ്ങളുണ്ട് കേട്ടോ. ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ക്യാൻസറിന് പോലും ചെറുക്കാനുള്ള ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ദഹന പ്രശ്നത്തിനും ഗ്യാസ് ട്രബിളിനും അസിഡിറ്റിക്കും ഒക്കെ നല്ലതാണ് കേട്ടോ ഈ ജീരകം നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. പ്രഷറിനെ ചെറുക്കാൻ പോലും പറ്റുന്ന പറയുന്നത് ജീരകത്തിന്, അത്രയും ഗുണങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് വറുത്ത് വരും. ഒന്ന് പൊട്ടുന്ന കാണുമ്പോൾ അപ്പം തന്നെ നമുക്കിത് വാങ്ങി വയ്ക്കണം കേട്ടോ, കോരി മാറ്റി വയ്ക്കണം. ജീരകവും നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് തന്നെ കോരി മാറ്റി വയ്ക്കാം. പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ കോരി മാറ്റി വയ്ക്കാം. അടുത്ത ഒരു പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ഉലുവയാണ്. അതും 100 ഗ്രാമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 300 ഗ്രാം ഞവര അരിയാണ്, ബാക്കി എല്ലാം 100 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഉലുവയും നമുക്ക് നന്നായി വറുത്തെടുക്കാം. ഉലുവയുടെ ഗുണം നമ്മൾ പിന്നെ പറയേണ്ടതില്ലല്ലോ, ഒത്തിരി ഗുണങ്ങളുള്ളതാണ് ഉലുവ. നമ്മുടെ സ്കിന്നിന്, മുടിക്ക്, പിന്നെ പ്രധാനമായിട്ടും ഷുഗർ കുറയ്ക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ ഉലുവ. ഒരുപാട് പോഷകങ്ങളുണ്ട്. നമ്മുടെ പ്രസവരക്ഷാ മരുന്നിലൊക്കെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ ഉലുവ. പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ നമ്മളിപ്പോൾ ഈ കർക്കിടക മാസത്തിൽ എല്ലാ റെസിപ്പീസിലും നമ്മൾ ഉലുവ ചേർക്കുന്നുണ്ടല്ലോ. ഉലുവക്കഞ്ഞി, കർക്കിടക ഉണ്ട, അതുപോലെ ഇപ്പോൾ ഈ മരുന്നുണ്ട, എല്ലാത്തിലും ഉലുവയാണല്ലോ പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. ഉലുവയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ പ്രതിരോധ ശക്തിയൊക്കെ വർദ്ധിപ്പിക്കാൻ ഉലുവയും നന്നായിട്ട് വറുത്തെടുക്കാം. ഉലുവയും നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതാ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഉലുവയും പെട്ടെന്ന് തന്നെ കോരി മാറ്റി വയ്ക്കാം. നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ കോരി മാറ്റി വയ്ക്കാം കേട്ടോ. അടുത്തത് അയമോദകമാണ്. അതും 100 ഗ്രാമാണ് കേട്ടോ. അയമോദകം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അയമോദകത്തിലും ധാരാളം ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ദഹന പ്രശ്നത്തിനൊക്കെ പരിഹാരമാണ് ഈ അയമോദകം. പ്രസവരക്ഷാ മരുന്നിലൊക്കെ ചേർക്കാറുണ്ട്. അസിഡിറ്റിക്കൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ജലദോഷത്തിന് നമ്മൾ അയമോദകം ചേർത്തിട്ട് കഴിക്കാറുണ്ട്. ജലദോഷത്തിനൊക്കെ അയമോദകമൊക്കെ ഇട്ടിട്ട് ചുക്ക് കാപ്പി ഉണ്ടാക്കാം. അയമോദകത്തിന് ധാരാളം ഗുണങ്ങൾ, കൂടുതലും കുടൽ പ്രശ്ന പരിഹാരത്തിനും പിന്നെ ജലദോഷത്തിനൊക്കെയാണ് അയമോദകം ഉപയോഗിക്കാറ്. നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അയമോദകം വറുക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അയമോദകവും നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ കോരി മാറ്റി വയ്ക്കാം. കുറച്ച് ബുദ്ധിമുട്ടിയാലും ഇങ്ങനൊരു മരുന്നുണ്ട് ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതായിട്ടോ. കർക്കിടകത്തിൽ ഈ വറുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ പെട്ടെന്ന് വറുത്ത് വരും. അരിയാണ് കുറച്ച് ടൈം എടുക്കുന്നത്, ഞവര അരി. നമുക്കിത് കോരി പെട്ടെന്ന് തന്നെ മാറ്റി വയ്ക്കാം. കരിഞ്ഞു പോകുന്നതിന് പെട്ടെന്ന് തന്നെ മാറ്റി വയ്ക്കണം കേട്ടോ. അടുത്തത് ആശാളിയാണ്. അത് 100 ഗ്രാമാണ് കേട്ടോ. ആശാളി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇത് കഴുകാൻ പാടില്ല കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ കഴുകിയെടുക്കുമ്പോഴും ഇത് കഴുകിയാലില്ലേ ഒട്ടിപ്പിടിക്കുന്ന ഒരു പശ പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഇത് മാത്രം കഴുകണ്ട കേട്ടോ. ഇതിങ്ങനെ നമുക്ക് വറുത്തെടുക്കാം. ഇത് ആസ്മക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ സ്കിന്നിനും നല്ലതാണ്, കുടലിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ ആശാളി. ഇതും വറുത്തെടുക്കാം.
ദാശാളി നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്, വറുത്ത് വന്നിട്ടുണ്ട്. ഇതും നമുക്ക് പെട്ടെന്ന് കോരി മാറ്റി വയ്ക്കാം. ഇതിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. ഇത് പെട്ടെന്നൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഇപ്പോഴും കണ്ടോ പൊട്ടുന്നത്. അടുത്തത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബദാമാണ്. ബദാമും കൂടെ നമുക്ക് വറുത്തെടുക്കാം. ഞാൻ ബദാമും 100 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ. ബദാമിൽ ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയിരിക്കുന്നുണ്ട്. അറിയാലോ, ഒമേഗ 3 ഫാറ്റി ആസിഡുകളും ധാരാളം അടങ്ങിയിരിക്കുന്നുണ്ട്. തലച്ചോറിൻ്റെ ആരോഗ്യത്തിനൊക്കെ ബുദ്ധി വളർച്ചയ്ക്കൊക്കെ ബദാം വളരെ നല്ലതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത്. നമുക്ക് ബദാമും ഒന്ന് വറുത്തെടുക്കാം. ഞാൻ ഒന്നുകൂടെ പറയുകയാണേ, ഞവര അരി 300 ഗ്രാമാണ് എടുത്തത്. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻറ്റും 100 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ബദാം ഒന്ന് നന്നായിട്ട് വറുത്തെടുത്തിട്ട് വരാം. ബദാമും നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്ന് കോരി മാറ്റി വയ്ക്കാം. കരിഞ്ഞു പോവാതെ പെട്ടെന്ന് തന്നെ എടുക്കണം കേട്ടോ. അടുത്തതായിട്ട് കശുവണ്ടി പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് വറുത്തെടുക്കാം. കശുവണ്ടി പരിപ്പിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പരമ്പരാഗതമായിട്ട് ഉണ്ടാക്കുന്ന മരുന്നുണ്ടെന്നുള്ള ഇൻഗ്രീഡിയൻറ്റിൽ ഈ കശുവണ്ടി പരിപ്പും ബദാമും ഒന്നുമില്ല കേട്ടോ. പരമ്പരാഗതമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റിൽ നമ്മൾ പിന്നെ ഉലുവയും ഞാൻ ചേർത്തിരിക്കുന്ന മറ്റ് ഇൻഗ്രീഡിയൻറ്റുകളെല്ലാം ഉണ്ട്. പക്ഷേ ഈ കശുവണ്ടി പരിപ്പ് ബദാം അതൊന്നും ഇല്ല. ഞാൻ പിന്നെ ഇതൊക്കെ ചേർക്കുന്നത് വളരെ നല്ലതാണ്. കുറച്ച് ടേസ്റ്റും ഉണ്ടാവും, പിന്നെ ഒത്തിരി ഗുണവും കൂടുമല്ലോ. അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കശുവണ്ടി പരിപ്പ് നന്നായിട്ട് വറുത്തെടുക്കാം. കശുവണ്ടി പരിപ്പ് നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇതും കോരി മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിലക്കടലയാണ്. ഇതൊക്കെ കൂടുതൽ ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. നമ്മൾ പരമ്പരാഗതമായിട്ട് ഉണ്ടാക്കുന്ന മരുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ല കേട്ടോ. പക്ഷേ നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് വളരെ നല്ലതാണ്. നിലക്കടലയും നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഈ മരുന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കൊടുക്കും. നമ്മൾ ഈ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ബദാമും കശുവണ്ടി പരിപ്പും നിലക്കടലയും ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 മാസം വരെ ഇത് കേടുകൂടാതിരിക്കും കേട്ടോ. വറുത്ത കടലയാണെങ്കിൽ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. വറുക്കാത്തതാണെങ്കിലും വറുത്തതാണെങ്കിലും എന്തായാലും ഒന്ന് ചൂടാക്കി എടുക്കണേ. കടലയും വറുത്ത് വന്നിട്ടുണ്ട്. ഇതും കോരി മാറ്റി വയ്ക്കാം. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വറുത്തെടുക്കണം. തേങ്ങ വറുക്കാതെ ചേർത്താൽ നമ്മൾ ഈ മരുന്നുണ്ട പെട്ടെന്ന് കേടായിപ്പോവും. അപ്പോൾ 1 മാസം വരെയൊക്കെ കേടുകൂടാതിരിക്കണമെങ്കിൽ തേങ്ങ ഒന്ന് വറുത്ത് ചേർക്കണം കേട്ടോ. വറുത്ത് ചേർക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതിലേക്ക് കുറച്ച് നമുക്ക് പശുവിൻ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂണോളം പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട. ഒന്ന് ചൂടാക്കി ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. അത്രേ വേണ്ടുള്ളൂ. തേങ്ങയും കൂടി വറുത്തെടുക്കാം. നമുക്കിതിലേക്ക് ഏലക്കായുടെ കുരു ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഏലക്കായുടെ പൊടി ഉണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കണ്ട. എൻ്റെ അടുത്ത് പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഏലക്കായുടെ കുരു ഒരു 5 ഏലക്കായുടെ കുരു എടുത്ത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് തേങ്ങയുടെ കൂടെ അരച്ചെടുക്കാമല്ലോ. അതിന് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏലക്കായുടെ കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തേങ്ങയുടെ കൂടെ നമുക്ക് പൊടിച്ചെടുക്കാമല്ലോ. ഏലക്കായുടെ കുരു ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഈ മരുന്നുണ്ടയ്ക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. ഒരു ടേസ്റ്റ് ഉണ്ടാവും നല്ലൊരു. ഇത് വറുത്തെടുക്കാം. ഞാൻ 1 ടീസ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 ടീസ്പൂണോളം നെയ്യ് ചേർത്തിട്ട് നമുക്ക് ഈ തേങ്ങ വറുത്തെടുക്കാം. നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ, നെയ്യുടെ ഏലക്കായുടെ ഒക്കെ. തേങ്ങ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നതിന് കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഈ മരുന്നുണ്ട കേടുകൂടാതിരിക്കും. അതാണ്
അതിന് വേണ്ടിയാണ് വറുത്തെടുക്കുന്നത്. വറുക്കാതെ ചേർത്താൽ ഒരു 2-3 ദിവസം കൊണ്ടൊക്കെ പെട്ടെന്ന് കേടായി പോവും. നമ്മൾ ഒത്തിരി ഉണ്ടാക്കുന്നതല്ലേ, ഡെയിലി കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഉലുവക്കഞ്ഞിയൊക്കെ നമ്മൾ ഡെയിലി ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാൻ ഫ്രഷായിട്ട്. അപ്പോൾ അങ്ങനെ പറ്റാത്തവർക്ക് ഈ മരുന്നുണ്ട ഉണ്ടാക്കി വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻ്റ് എടുത്തിട്ട് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് 7 ദിവസം, കൂടുതൽ ആളുകളുണ്ടെങ്കിൽ കൂടുതൽ അളവിലെടുക്കുക. അങ്ങനെ 7 ദിവസം കണ്ടിന്യൂ കഴിക്കുക. ഒരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ. ഈ ഉണ്ടാക്കുന്ന ഈ മരുന്നുണ്ട ഒരു ദിവസം ഒരാൾ ഒരെണ്ണം കഴിച്ചാൽ മതി. അങ്ങനെ 7 ദിവസം കണ്ടിന്യൂ കഴിക്കണം. എന്നാൽ നല്ല ഗുണമുണ്ടാവും നമ്മുടെ ശരീരത്തിന്. 14 ദിവസമൊക്കെ കഴിച്ചാൽ അത്രയും നല്ലത്. എന്തായാലും 7 ദിവസം എന്തായാലും കഴിക്കണം, ഒരെണ്ണം വെച്ചിട്ട്. ഈ കർക്കിടക മാസം അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ല ബലവും പ്രതിരോധ ശക്തിയും ഒക്കെ കിട്ടും. ഒരുപാട് ഗുണങ്ങൾ കിട്ടും കേട്ടോ. ഞാൻ ചേർത്ത ഇൻഗ്രീഡിയൻ്റ് ഒക്കെ കണ്ടതാണല്ലോ, ഒത്തിരി ഗുണങ്ങളുള്ളതല്ലേ. തേങ്ങ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ വറുക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തേങ്ങ ഈ ഒരു ഇതിൽ മതിയാവും കേട്ടോ. ഇത്രയും മതി തേങ്ങ വറുത്തത്, ഇങ്ങനെ മതി. കൂടുതൽ ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുക്കാനായിട്ട് തേങ്ങ അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. തേങ്ങ തണുക്കാനായി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഞാൻ വറുത്തെടുത്ത എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇതാ ഒന്നിൽ തന്നെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്, ഒരു പാത്രത്തിൽ തന്നെയാണ്. നമുക്കിതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. നല്ല നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. കുറേശ്ശെ കുറേശ്ശെയായിട്ട് പൊടിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കരിപ്പെട്ടി ഉരുക്കിയെടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ 400 ഗ്രാം കരിപ്പെട്ടിയാണ് എടുത്തിരിക്കുന്നത്. ശർക്കര വേണമെങ്കിലും എടുക്കാം, പക്ഷേ കരിപ്പെട്ടിയാണ് ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലത്. ഞാൻ ഇത്രയും കരിപ്പെട്ടി ഇവിടെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. കരിപ്പെട്ടി ഉരുക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഉടച്ചെടുത്തിരിക്കുന്നതാണ്. പെട്ടെന്ന് ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഉടച്ചെടുത്തിരിക്കുന്നത്. കരിപ്പെട്ടിയിൽ ധാരാളം അയൺ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ കരിപ്പെട്ടി ഉപയോഗിക്കുന്നതാണ് ഇതുപോലുള്ള മരുന്നുണ്ട അങ്ങനെയുള്ള റെസിപ്പിക്കൊക്കെ നല്ലത് കരിപ്പെട്ടിയാണ്. നമുക്കിത് ഉരുക്കിയെടുക്കാം. കരിപ്പെട്ടി ഉരുക്കിയെടുക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കരിപ്പെട്ടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ, അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് മെൽട്ടായി കിട്ടും. 400 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റിൻ്റെ ആ ഒരു അളവിനനുസരിച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് നിറയെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മെൽട്ടായി വരട്ടെ. നമുക്ക് അപ്പോഴേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. കുറേശ്ശെയായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇതുപോലൊരു ജാറ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താലാണ് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുക കേട്ടോ. ഒരു ഇളം ചൂടോടെ തന്നെ ആകുമ്പോൾ പെട്ടെന്ന് നല്ല സ്മൂത്തായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഇത്ര ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിക്ക് മതി. കണ്ടോ, ഇതാ ഇങ്ങനെ ഈ ഒരു പൊടി പോലെ കണ്ടോ, ഇതാ ഈ ഒരു രീതിക്ക് മതി. അങ്ങനെ നമുക്ക് എല്ലാം പൊടിച്ചെടുത്തിട്ട് വരാം. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനൊരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി എല്ലാം ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അതിന് മുന്നായിട്ട് നമ്മൾ കരിപ്പെട്ടി ഉരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് നോക്കാം. കരിപ്പെട്ടിയൊക്കെ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇതിൽ ധാരാളം കല്ലും പൊടിയൊക്കെ ഉണ്ടാവും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് അരിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം അരിച്ചെടുത്തിട്ട്. നമുക്ക് ബാക്കിയുള്ള ഇതും കൂടി പൊടിച്ചെടുക്കാം കേട്ടോ. ഇതെല്ലാം അതുപോലെ തന്നെ നമുക്ക് പൊടിച്ചെടുത്തിട്ട് കാണാം. ഇതുപോലെ ഞാൻ എല്ലാം പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഒരു രീതിക്ക് എല്ലാം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഏലക്കായുടെ കുരുവൊക്കെ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് ഒതുക്കിയിട്ട് ഇതിലേക്ക് ചേർക്കണം. നമുക്കത് ചെയ്യാം. ഇതേ ജാറിലേക്ക് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. നമുക്കത് ചെയ്യാം. ഇതുപോലെ ഞാനൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. തേങ്ങ, ഏലക്കായുടെ കുരുവും കൂടെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത്, ഞാൻ 1 ടീസ്പൂൺ നിറയെ ചുക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് അളവിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ശർക്കര പാനിയിലെ അത് ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇളം ചൂടോടെ വേണം ഒഴിച്ചെടുക്കാൻ. നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. എല്ലാവരും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. നമുക്കിങ്ങനെ കൈ കൊണ്ടിങ്ങനെ ഉരുട്ടാൻ പാകത്തിന് വേണം കുഴച്ചെടുക്കാൻ. കണ്ടോ, ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റണം. അപ്പം ഞാൻ ഒഴിച്ചു കൊടുത്ത ശർക്കരപ്പാനി, അതായത് നമ്മുടെ കരിപ്പെട്ടിയുടെ വെള്ളം കറക്റ്റായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റുന്നത്. കരിപ്പെട്ടിക്ക് ചക്കര എന്നാണ് പറയാം. ശർക്കരപ്പാനി എന്ന് തന്നെ പറഞ്ഞു പോകുന്നു. കരിപ്പെട്ടി ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തത് കറക്റ്റാട്ടോ. ഇതുപോലെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ ഒരു അളവിൽ വേണം നമുക്ക് കുഴച്ചെടുക്കാൻ. ഇങ്ങനെ എല്ലായിടത്തും നന്നായിട്ട് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് കയ്യിൽ ഒരല്പം നെയ്യ് പുരട്ടിയിട്ട്, കൈ വാഷ് ചെയ്തതിന് ശേഷം കയ്യിലൊരല്പം നെയ്യ് പുരട്ടിയതിന് ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഉരുട്ടിയെടുക്കണം. നെയ്യ് പുരട്ടി ഇതുപോലെ പറ്റി പിടിക്കത്തില്ല കേട്ടോ. ഞാൻ ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കൈ കൊണ്ട്. ഓൾമോസ്റ്റ് നമ്മളെടുത്ത 400 ഗ്രാം കരിപ്പെട്ടിയുടെ നീരും ഇതിലേക്ക് വേണ്ടി വന്നിന് കേട്ടോ. ഇത്രയാണ് കുറവുള്ളൂ. ബാക്കിയൊക്കെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. 400 ഗ്രാമും ചേർത്തിട്ടാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ അതിൻ്റെ നല്ല പാകമായി കണ്ടോ, ഉരുട്ടാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് കയ്യിലൊരല്പം നെയ്യ് പുരട്ടിയിട്ട് എല്ലാം ഉരുളകളാക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ കയ്യിലൊരല്പം നെയ്യ് പുരട്ടിയിട്ട് നമുക്ക് ഇത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വലിപ്പത്തിന് നമുക്ക് ആക്കിയെടുക്കാം. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മരുന്നുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കർക്കിടകത്തിൽ കഴിക്കുന്ന നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻറ്റും ചേർത്തിട്ടുള്ള മരുന്നുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം. കണ്ടോ, ഇതുപോലെ എല്ലാം ഞാൻ ഉരുളകളാക്കി എടുത്തിട്ട് കാണിക്കാം കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കർക്കിടക മാസം നമ്മുടെ ശരീരത്തിന് ഒത്തിരി അസുഖങ്ങളൊക്കെ വരുന്നതാണല്ലോ. ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ബെറ്ററാണ് ഈ കർക്കിടകത്തിൽ ഇങ്ങനെ നമ്മൾ തേച്ചുകുളിയും അതിൻ്റെ കൂടെ ഇതുപോലൊരു മരുന്നുണ്ട ഉണ്ടാക്കിയിട്ട് ഡെയിലി ഒരു ഉണ്ട വീതം കഴിച്ചാൽ മതിയാവും. നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ. വളരെയധികം ഗുണം ചെയ്യും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും ഇതുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു മാസത്തോളം നിൽക്കും. കുറച്ചധികം ഇൻഗ്രീഡിയൻ്റ് എടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. ഒരു മാസത്തോളം നിൽക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാനിത് എല്ലാ ഉരുളകളാക്കിയിട്ട് ഒന്ന് കാണിക്കാം. ഇത്രയും ഉണ്ടയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ എല്ലാം ഉരുട്ടി എടുത്തിട്ടുള്ളതാണ്. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. ഈ മരുന്നുണ്ട ഈ കർക്കിടക മാസത്തിൽ കഴിച്ചു നോക്കണം. നല്ല ഗുണം ചെയ്യും. ഒരു ദിവസം ഒരെണ്ണം കഴിച്ചാൽ മതിയാവും. ഒരു 7 ദിവസമെങ്കിലും കഴിച്ചാൽ നല്ല ഗുണം കിട്ടും. ഉലുവക്കഞ്ഞിയൊക്കെ നമുക്ക് ഫ്രഷായിട്ട് അന്നേരം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ഒരു ദിവസം ഒന്ന് മെനക്കെട്ടാൽ എല്ലാ ദിവസവും കഴിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.